പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല ഈസ്റ്റർ ഏവർക്കും ആശംസിക്കുകയാണ്. പുനരുത്ഥാനത്തിൻ്റെ നന്മകൾ ഈ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. സമാധാനപുത്രനാണ് യേശുക്രിസ്തു. സമാധാനകാംക്ഷികൾ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും ആവശ്യമുള്ളതും സമാധാനമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുവിശേഷമനുസരിച്ച് ഇടിമുഴക്കത്തോടുകൂടിയും ഒരു ദൈവദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി എന്ന് നമ്മൾ വായിക്കുന്നു. അതേസമയം തന്നെ വ്യത്യസ്തമായ ചിന്തകളുണ്ട്. രാവിലെ സ്ത്രീകൾ വന്ന് നോക്കുമ്പോൾ കല്ലുരുട്ടി മാറ്റപ്പെട്ടതായി കാണപ്പെടുന്നു. അതോടൊപ്പം തന്നെ ചുരുട്ടി വച്ചിരിക്കുന്ന വെള്ളക്കച്ച അവരവിടെ കണ്ടു. ഇതെല്ലാം വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ നിന്ന് ചില കല്ലുരുട്ടി മാറ്റുന്നിടത്താണ് ഉദ്ധാനം ഉണ്ടാകുന്നത്. ജീവിതത്തിൽ നിന്ന് ചില വെള്ളക്കച്ചകൾ ചുരുട്ടി വെക്കാൻ സാധിക്കുന്നിടത്താണ് പുതിയൊരു ജീവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പുതുജീവൻ്റെ പുതിയ നാളമാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ ഉദ്ധാന അനുഭവങ്ങൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തു ലാസറിനെ ഉയർപ്പിക്കുന്ന സമയത്ത് 3 ദിവസത്തെ മരണത്തിന് ശേഷം 3 ദിവസം കഴിഞ്ഞാണ് ഈശോ അവിടെ എത്തുന്നത്. അവിടെ ലാസറെ നീ പുറത്തു വരിക എന്ന് പറയുമ്പോൾ മാർത്തയും മറിയും അടുത്തുണ്ട്. കരഞ്ഞു വിലപിച്ച് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആ പെൺകുട്ടികൾക്ക് പ്രതീക്ഷയില്ല. എന്നാൽ യേശുവിന് നല്ല പ്രതീക്ഷയുണ്ട്. തൻ്റെ പിതാവിൻ്റെ നാമത്തിൽ യേശു എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. ലാസർ പുറത്തു വന്നു. അവിടെ 3 ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ ഒരു ഉദ്ധാനാനുഭവമാണ്. ഈ ഉദ്ധാനാനുഭവം ലാസറാണ് അവിടെ പുനരുദ്ധാനത്തിലേക്ക് വരുന്നത് എങ്കിൽ കൂടിയും ഈ ഉദ്ധാനാനുഭവം ഏറ്റവും ശക്തമായി അനുഭവിക്കുന്നത് ആരാണ്? നമ്മുടെ മാർത്തയും മറിയവുമാണ്. ഇതാണ് ഉദ്ധാനത്തിൻ്റെ അനുഭവം. ഈ ഉദ്ധാനാനുഭവം വിധവയുടെ മകൻ മരിച്ചപ്പോൾ മകനെ ഉയർപ്പിച്ചു. മകൻ ഉയർത്തെഴുന്നേറ്റു. അനുഭവം പക്ഷേ ആർക്കാണ് ഉണ്ടായത്? ഈ സ്ത്രീക്കാണ്. ആ സ്ത്രീയുടെ നെഞ്ചകം പൊട്ടുമാറുള്ള നിലവിളിയാണ് യേശുവിനെ പ്രേരിപ്പിച്ചത്. അവനെ ഉയർപ്പിച്ചേക്കാം. അങ്ങനെ ഉയർപ്പിച്ചു. ഈ അനുഭവം ആരിലേക്കാണ് സന്നിവേശിക്കപ്പെട്ടത്? മറ്റുള്ളവരിലേക്കാണ്. ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനല്ല, ആരൊക്കെ ഇതിന് സാക്ഷിയായോ അവർക്കാണ് ഉദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം യേശുവിനെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല, അല്ലെങ്കിൽ നൂതന കാര്യമല്ല. ഇത് യേശുവിൻ്റെ അനുഭവമല്ല, കണ്ടു നിൽക്കുന്നവൻ്റെ അനുഭവമാണ്. അങ്ങനെ അനുഭവമാകണം. വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന, കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശിഷ്യന്മാർ കടലിൽ വല്ലാതെ ആടി ഉലയുന്ന സമയത്ത് അവർക്ക് വിഷമമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോ പതുക്കെ നടന്നു പോവുകയാണ്. പ്രതിബന്ധങ്ങളില്ല. മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പിന്നെ വെള്ളത്തിന് മീതെ നടന്നു പോവുക. അതാണ് നമ്മൾ കാണുന്നത്. അവിടെ വെള്ളത്തിന് മീതെ നടന്നു വരുന്നവനെ കണ്ടപ്പോൾ ഭൂതമെന്ന് ജനിച്ചുകൊണ്ടൊരു പേടിച്ചു. പേടിക്കേണ്ട, ഇത് ഞാനാണ് എന്ന് യേശു പറയുമ്പോൾ പത്രോസ് എടുത്ത് ചാടി, ഞാനും വരട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, സന്തോഷം, വന്നോളൂ. അവിടെ സന്തോഷത്തോടെ ചാടുന്ന പത്രോസ് വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയാണ്. കാരണം അവൻ്റെ വിശ്വാസം പോയി. വെള്ളത്തിലേക്ക് ചാടിയപ്പോഴത്തേക്ക് അവൻ്റെ വിശ്വാസം പോയി. യേശു കൈ പിടിച്ച് ഉയർത്തി. അവിടെ എന്താണ് അനുഭവം? അവിടെ ഉദ്ധാനത്തിൻ്റെ അനുഭവം പത്രോസിന് മാത്രമല്ല, കണ്ടുനിന്ന ശിഷ്യന്മാർക്കാണ്. ഇവൻ ആര് എന്ന് ചോദിക്കാനുള്ള അനുഭവം. പിന്നെ യേശുവിൻ്റെ ജീവിതത്തിലെ പലർക്കും പല അനുഭവം. ഇതാണ് യേശു എന്നത് ഒരനുഭവത്തിൻ്റെ സത്തയാണെങ്കിൽ ഇത് അനുഭവിച്ചത് ഒരുപാട് പേരാണ്. അവിടെയാണ് ശരിക്കുള്ള പുനരുദ്ധാനം. ഈസ്റ്റർ എന്ന് വെച്ചാൽ ക്രിസ്തുവിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഭവമാണ്. ഇന്ന് വിശുദ്ധ ബൈബിളിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാൻ സാധിക്കും. രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടപ്പോൾ തിങ്ങി നിറഞ്ഞു വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരാണ് വസ്ത്രാഞ്ചലത്തിൽ തൊട്ടത്, തൊടാതിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേ അവളെ തിരിഞ്ഞു ചോദിച്ചു, എന്നിൽ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ഈ ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അനുഭവിച്ചവൾക്കാണ് ഈസ്റ്റർ. അവൾക്ക് യേശുവിൻ്റെ പുനരുദ്ധാനം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല ഈസ്റ്റർ എന്താണെന്ന് അറിയാൻ. 5 അപ്പ കൊണ്ട് 5000 പേരെയും 7000 പേരെയൊക്കെ പോറ്റിപ്പുലർത്തിയപ്പോൾ അവർക്ക് ആ യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നല്ല ഈസ്റ്റർ എന്തെന്ന് മനസ്സിലാക്കാൻ, യേശു എന്തെന്ന് മനസ്സിലാക്കാൻ. ഇതാണ് യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രത്യേകത. കാരണം യേശു അത്ഭുതങ്ങളിലൂടെ അല്ല കൂടുതൽ കാര്യങ്ങൾ ചെയ്തത്, രോഗശാന്തിയിലൂടെ അല്ല,
അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. അത്ഭുതങ്ങളിലൂടെയും രോഗശാന്തിയിലൂടെയാണ് യേശു ക്രിസ്തു ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെയല്ല. യേശു ക്രിസ്തു ആവശ്യങ്ങൾക്കനുസരിച്ച് കണ്ണു തുറക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അപ്പം ഈ ഈസ്റ്ററിൻ്റെ പ്രധാനമായ ഒരു സന്ദേശം മനസ്സിൽ വെക്കേണ്ടുന്നത്, നമ്മൾക്ക് യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തു എന്നതല്ല. യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്തത് സത്യമാണ്. അത് യേശുവിന് കിട്ടിയ അനുഭവമല്ല, കണ്ടു നിൽക്കുന്നവൻ്റെ അനുഭവമാണ് പ്രധാനം. ഇന്ന് ഗാസയിലും ഇസ്രയേലിലുമൊക്കെ ശക്തമായ യുദ്ധം നടക്കുന്നുണ്ട്. നിരപരാധികളായ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിക്കുന്നിടത്താണ് ഒരു ഈസ്റ്റർ ഉണ്ടാകുന്നത്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നുണ്ട്. യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ യുദ്ധം നിർത്തി അവിടുത്തെ ആളുകൾക്ക്, അവിടെ റഷ്യയിലെ വ്ളാഡിമിർ പുടിനോ അല്ലെങ്കിൽ ലെവൻസ്കിക്കോ അല്ല, അവർക്കല്ല അതിൻ്റെ സമാധാനം ലഭ്യമാകുന്നത്, അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്കാണ്. അവിടെയാണ് ഈസ്റ്ററിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. വിക്ടർ യുഗോവിൻ്റെ പാവങ്ങൾ വായിച്ചിട്ടുള്ളവരായിരിക്കാം നമ്മളൊക്കെ. രാൽവാങ്ഷാങ് എന്ന് പറയപ്പെടുന്ന ഒരാൾ ഡിയിലെ മെത്രാപ്പൊലിത്തയുടെ മുറിയിൽ കയറി എന്താണ് മെഴുകുതിരിക്കാലം മോഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പോലീസുകാരൻ അവരെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോഴേ മെത്രാനോട് ചോദിക്കുന്നു, മെത്രാൻ ഇത് നിങ്ങളുടെ അല്ലേ ഈ മെഴുകുതിരിക്കാല് മോഷ്ടിച്ചുകൊണ്ടല്ലേ ഇദ്ദേഹം പോയേക്കുന്നത്? അല്ല, ഞാനതവന് കൊടുത്തതാണ്. അവിടെയാണ് ഈസ്റ്റർ. ഇവിടെയാണ് ഈസ്റ്റർ. ഒരു കള്ളൻ്റെ മനസ്സിലേക്ക് വളരെ ശക്തമായി കൊടുക്കാൻ സാധിക്കുന്ന ഒരു സമാധാനത്തിൻ്റെയും, നീ എൻ്റെ സഹോദരനാണ്, അവരനല്ല, എവിടെയാണ് അവരൻ എന്ന് ചോദിക്കുന്ന ഒരു സ്നേഹമാണ് ഈസ്റ്റർ. ഈ ഈസ്റ്റർ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു കല്ലറയിൽ നിന്ന് പുറത്തു വന്നതല്ല, ഉരുട്ടിമാറ്റപ്പെട്ട കല്ലറയിൽ നിന്ന് പുറത്തു വന്നതോ ശിഷ്യന്മാർ ഓടി വന്ന് ഗുഹയ്ക്കകത്ത് കയറിയതോ അല്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ആദ്യം മുതൽ അവസാനം വരെയുള്ള അനുഭവങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടിയിരിക്കുന്ന സമാധാനവും സന്തോഷവുമാണ് ഈസ്റ്റർ. ഈസ്റ്റർ ഒരു ദിവസത്തെ അനുഭവമല്ല. ഈസ്റ്റർ ഈശോയുടെ ജനനം മുതൽ മരണം വരെയും ഉദ്ധാനം വരെയുമുള്ള സംഭവമാണ്. ഇനിയും യേശു ക്രിസ്തു കുറ്റപ്പെടുത്തിയിട്ടുള്ളവരെയും എങ്ങനെ കുറ്റപ്പെടുത്തിയേക്കുന്നത്? ബൈബിൾ അനുസരിച്ച് ഫരീസയരോടും നിയമജ്ഞരോടും ഒക്കെ ചില പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാത്രത്തിൻ്റെ പുറം കഴുകുന്നു, അകം കഴുകുന്നില്ല. അവർ ചിന്തിച്ച് നോക്കിക്കാണും, ഇവൻ ആര് ഇങ്ങനെ പറയാൻ? അവരുടെ ഈസ്റ്റർ അനുഭവം എന്താണ്? തെറ്റ് തിരുത്തപ്പെടുമ്പോഴും ഒരു ഈസ്റ്റർ അനുഭവം ഉണ്ട് അവിടെ. ഇതാണ് ഈസ്റ്റർ അനുഭവത്തിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾക്ക് രണ്ട് വിധത്തിൽ ഈസ്റ്റർ ആഘോഷിക്കാൻ സാധിക്കും. ഒന്നുകിൽ അവരൻ്റെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രശസ്തരാവാൻ സാധിക്കും. അത് നമ്മുടെ ഒരു സ്യൂഡോ അല്ലെങ്കിൽ നമ്മളിലുള്ള ചില കുറ്റങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ അവരൻ്റെ കുറ്റം എടുത്തു കാണിച്ച് ഈസ്റ്റർ ആഘോഷിക്കുക. നേരെ മറിച്ച് നമ്മുടെ കുറ്റങ്ങൾ, ഇതാണ് ഈസ്റ്ററിൻ്റെ പ്രധാനമായ സന്ദേശമായി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നന്മകൾ കൂടുതൽ പ്രകാശിതമാകട്ടെ. വിളക്ക് കത്തിച്ച് ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വെക്കുന്നത്. ആ പീഠമാരാണ്? ആ വിളക്കാരാണ്? നിങ്ങൾ തന്നെ. നിങ്ങളുടെ പ്രകാശം അത് വരട്ടെ, അന്ധകാരം നിറയണമെന്ന് യേശുവെങ്ങും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിനം എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മ ലോകത്തിലുണ്ടാകാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സമാധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുതലപ്പുഴയും അല്ലെങ്കിൽ മുനമ്പവും അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ഈസ്റ്റർ ഉണ്ടാകണം. ഇവിടുത്തെ മുസ്ലിമിനെ തല്ലിക്കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ അല്ല ഈസ്റ്റർ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ മീൻപിടുത്തക്കാരെ, അരയന്മാരെ, അവർക്ക് അവിടുന്ന് അവരുടെ വള്ളം ഇറക്കി കൊണ്ടുപോകാൻ ഇടം കൊടുക്കരുതെന്നല്ല, ഇടം കൊടുക്കണം. അവിടെയാണ് അവർക്ക് ഈസ്റ്റർ ഉണ്ടാകുന്നത്. അവർ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടും കുരുത്തോല പിടിച്ചുകൊണ്ടും അവർ പോകുമ്പോൾ അവരുടെ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന മീനാണ്. ആ മീൻ പിടിച്ച് കരയ്ക്കൊണ്ട് വരുമ്പം ആ മീൻ നുണഞ്ഞ് കഴിക്കുന്ന കുഞ്ഞ്, അതിൻ്റെ എല്ലാം കിട്ടുന്ന പൈസ കൊണ്ട് വാങ്ങിക്കുന്ന അരി, അവിടെയാണ് ഈസ്റ്റർ. ഇത് തടയപ്പെടുന്നിടത്താണ് ഈസ്റ്റർ അന്ധകാരമായി പോകുന്നത്. അപ്പോൾ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തെളിച്ചു വെക്കുന്ന തിരികളാണ്, നമ്മൾ തെളിച്ചു വെക്കുന്ന നന്മകളാണ്. അപ്പോൾ ഈ വർഷത്തെ ഈസ്റ്ററിൽ ഒരാൾക്കെങ്കിലും മറ്റൊരാൾക്ക് ഒരു നന്മ ചെയ്യാൻ സാധിക്കുന്ന ഈസ്റ്റർ അവിടെ. അപ്പോൾ യേശുവിൻ്റെ ഈസ്റ്ററിൽ ഞാൻ സമാപിപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഈസ്റ്ററിലെ ഏറ്റവും സന്തോഷകരമായി നമുക്ക് എടുക്കാൻ സാധിക്കുന്ന സാന്നിധ്യം, യേശു ശരീരത്തിലായിരുന്നപ്പോൾ യേശുവിന് ദൈവത്തിന് ചില ആളുകൾക്കിടയ്ക്ക് മാത്രമേ എത്താൻ സാധിച്ചുള്ളൂ. നേരെ മറിച്ച് യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം താൻ എവിടെയായിരിക്കുന്നോ അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. താൻ ഏതുവഴി നടക്കുന്നോ അവിടെ ഈശോയുടെ സാന്നിധ്യമുണ്ട്. താൻ എന്ത് പ്രഘോഷിക്കുന്നോ എന്ത് ചിന്തിക്കുന്നോ അവിടെയുണ്ട്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യത്തിൽ നിന്ന് പിതാവിൻ്റെ അടുത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ യേശുവിൻ്റെ ശാരീരിക സാന്നിധ്യം സാർവത്രിക സാന്നിധ്യമായി തീർന്നു. അതിൻ്റെ അർത്ഥം, നിങ്ങൾ എവിടെയുണ്ടെങ്കിലും
നിങ്ങൾ എന്ത് ചിന്തിച്ചാലും, നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചാലും, നിങ്ങളൊരു പക്ഷേ ചില സമയത്ത് തെറ്റ് ചെയ്താലും അവിടെയുണ്ട് ദൈവം. കാരണം തെറ്റ് ചെയ്ത് തെറ്റിപ്പോയവനെ തേടിയും 99നെയും വഴി കളഞ്ഞിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോയവനാണ് യേശു ക്രിസ്തു. അവിടെ 99 അവിടെ നിന്നു, എന്നിട്ട് ആ കിട്ടിയതിനെ കണ്ടപ്പം സന്തോഷിച്ചവനാണ്. അവിടെയാണ് ഈസ്റ്റർ ഉള്ളത്. അതാണ് ധൂർത്തപുത്രന്മാരുടെ കഥയിലുള്ളത്. ധൂർത്തപുത്രൻ എല്ലാം നശിപ്പിച്ചിട്ട് പോയവനെ തിരിച്ചു വന്നപ്പോൾ 2 കണ്ണുകളും വിടർന്ന 2 കണ്ണുകളും നീട്ടപ്പെട്ട 2 കൈകളുമായിട്ട് അവനെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു കാളക്കുട്ടിയെ വെട്ടി അവൻ ആഹാരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെയാണ് ഈസ്റ്റർ. ഇതാണ് യേശുവിൻ്റെ ഈസ്റ്ററിൻ്റെ സന്ദേശമായി എൻ്റെ മനസ്സിൽ ഉദിച്ചത്. കാരണം സന്തോഷവും സമാധാനവും ഒക്കെ നിർമ്മിച്ചെടുക്കുന്നത് നമ്മളാണ്. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇതൊക്കെ പറയണത്. ചില സമയത്തൊക്കെ മനസ്സിലൊക്കെ ദുഃഖം വരും. പക്ഷേ ആ ദുഃഖത്തിൽ നിന്നൊക്കെ മാറി നമുക്ക് സന്തോഷത്തിലേക്ക് ടേൺ ചെയ്യാനാണല്ലോ വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം നമുക്കൊരുപാട് പേർക്ക് നന്മ ചെയ്യാനുള്ള അവസരമാകട്ടെ. ഒരാടെങ്കിലും കണ്ണീരൊപ്പണം ഞാൻ പറഞ്ഞില്ല, ഒരാടെങ്കിലും കണ്ണീര് പ്രകാശിപ്പിക്കട്ടെ. കണ്ണുനീര് വീഴുന്നിടത്തല്ല ഒപ്പേണ്ട ആവശ്യമുള്ളൂ. കണ്ണുനീര് വീഴാതെ സൂക്ഷിക്കാൻ നോക്കുക, മനസ്സിന് സന്തോഷം കൊടുക്കാൻ നോക്കുക, മാക്സിമം സന്തോഷം. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ എല്ലാ നന്മകളും, പുനരുത്ഥാനത്തിൻ്റെ എല്ലാ നന്മകളും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും നേരുകയാണ്. സന്തോഷത്തിൻ്റെ ഒരു ഈസ്റ്ററാകട്ടെ, സമാധാനത്തിൻ്റെ ഈസ്റ്ററാകട്ടെ, ദുഃഖിക്കുന്നവരോടൊപ്പം കൂടെ നിൽക്കുന്ന ഈസ്റ്ററാകട്ടെ, ദുഃഖിക്കാതിരിക്കാൻ സൂക്ഷിക്കുന്ന ഈസ്റ്ററാകട്ടെ. നന്മയോടെ നിർത്തുന്നു. ജോൺസൺ കരൂർ.